പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നിങ്ങളുടെ ബാച്ചിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ ആണെങ്കിലും നമ്മൾ ആഴ്ച മീറ്റ് ചെയ്യും. അതിലൊരു മുടക്കം വരത്തില്ലേ? അതെ, സെൻറ്റി അടിച്ചു കഴിഞ്ഞെങ്കിലേ ഒരു 300 രൂപ ഉണ്ടായിരുന്നു തരാം. പോകുമ്പോൾ അതുകൂടെ തന്നിട്ട് പോകാം കേട്ടോ. ആ ഫ്ലോ ഞാൻ കാണുന്നു. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ഇത് ലാസ്റ്റ് ഡേയും വെറുതെ എടുത്തില്ല, വെറുപ്പിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റ് ഏതാ? അല്ല വേണ്ട അത് പറഞ്ഞാലേ ഇവിടെ ഇരിക്കുന്ന സാറുമാർക്ക് ചിലപ്പം വിഷമാവും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാ? മാത്സ്. ഈ മാത്സ് പോലെ ഒരു വെറുത്ത സബ്ജക്റ്റ് ഞാൻ എൻ്റെ കരിയറിൽ പോലും കണ്ടിട്ടില്ല. അതിന് നിനക്ക് ഇവിടെ എന്താണ് കരിയർ? അതൊക്കെ ഉണ്ട്, ഫ്ലോയിൽ പറയാൻ പറ്റും. ഈ പീരീഡ് എന്തോടാ? ഉറങ്ങിച്ചാവും. കരിയറിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. KARI കരി YAR കരിയാർ. ഇപ്പോഴാ ഉറക്കം വരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. ഇരിക്കെ. ഒന്ന് കണ്ടപ്പോഴേ ഉറക്കം വരുന്നതാണടാ. ഞാൻ കിടക്കാൻ പോവാ. ഉറങ്ങുന്നവരൊക്കെ ഉറങ്ങിക്കോ. ഈ ബോഡി കിടക്കുന്ന ഇക്വേഷൻ കണ്ടോ? X/2 നോട്ട് ചെയ്യുന്നുണ്ടോ? വേണമെങ്കിൽ എഴുത്. +4/2 നോട്ട് ചെയ്യുന്നുണ്ടോ? 4/2 അപ്പൊ ഇത് വെട്ടിപ്പോത്തില്ലയോ? 2 ഇവിടെ മൈനസ് 10/5 എത്ര? ടീച്ചറെ 2. മൂത്രയ്ക്ക് മുട്ടുന്നു. ഇത് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. പുറത്തു വന്ന് നോക്കിയിട്ട് അതും പറ്റുന്നില്ല. കാലോത്സവത്തിന് വല്ല പരിപാടിക്കും പോകാൻ പീരീഡ്. ടീച്ചറെ, ഞങ്ങൾ കലോത്സവത്തിന് ചേർന്നിട്ടുണ്ട്. വട്ടപ്പാട്ടിന് പൊക്കോട്ടെ. പ്രാക്ടീസ്. ആരാന്ന് വെച്ചാ പൊക്കോ. നിങ്ങൾക്ക് പോണോ? ഞങ്ങള് ഇങ്ങനെ ഒന്നിനും ഇല്ല, എന്നാലും പങ്കെടുക്കാം. കാണാനായിരിക്കും. എന്നാ പൊക്കോ. പോട്ടെ. നീ വാട, എണീറ്റ് വാ. X/2 ആരുമില്ലേ? എന്നാ പിന്നെ ഞാനും സ്റ്റാഫ് റൂമിലെങ്ങാനും പോവാം. ഫുട്ബോൾ അകത്തിരിപ്പുണ്ട്. കണ്ടില്ലായിരുന്നു ഫുട്ബോള്? ക്രിക്കറ്റ് പരിപാടിയാണോ? ഇവനെന്തോ പറയാനുണ്ട്. എന്താ പനെ? എന്താ പനെ? സാറേ, അടുത്ത പീരീഡ് ഫ്രീ പീരീഡാ. അല്ലെങ്കിൽ ഇല്ല മാത്സ് ടീച്ചർ വന്ന് കയറി പഠിപ്പിക്കും. ഭയങ്കര ബോറാ സാറേ. ഭയങ്കര ശോഭ. ഞാൻ എന്ത് ചെയ്യണം മോനെ? സാറിന് വരാൻ പറ്റൂ? സാറിന് സാറേ, നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കാൻ കഷ്ടമുണ്ട്. ആ ഒരു പിള്ളേത്തെ വന്നാൽ മതി. ഞാൻ നോക്കട്ടെ മോനെ, ഇവിടെ ഫുട്ബോൾ അവൈലബിൾ ആണോ നോക്കട്ടെ. ഫുട്ബോൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഞങ്ങള് കരിഞ്ഞോണ്ടെങ്കിലും വരാം. ഈർമത്ത് കളിച്ചോളാം. അറിയാനൊന്നും വയ്യാലോ, ഇങ്ങോട്ട് കയറി ഒന്ന് പറ. നോക്കട്ടെ മോനെ. ശരി വന്നേക്കാം. ഓ, ഇങ്ങനെയൊന്നും വരുന്നില്ല. ആരാടാ അത്? എടാ, ആരാന്നാ ചോദിച്ചേ? ഏതാ ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാവത്തില്ലെന്ന് ആരാടാ പ്രിൻസിപ്പാളിനോട് കംപ്ലൈന്റ് ചെയ്തേ? ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും കേട്ടോ. ഇനി മുതൽ ഞാനല്ല നിങ്ങളുടെ ടീച്ചർ. ഞാൻ നിങ്ങളുടെ ക്ലാസ് വേണ്ടാന്ന് വെക്കുവാ. അല്ലാതെ പ്രിൻസിപ്പൾ മാറ്റിയതല്ല. ചിരിക്കുന്നവരൊക്കെ ചിരിച്ചോ കേട്ടോ. റിസൾട്ട് വരുമ്പോഴേ ഈ ചിരിയൊക്കെ കാണണം കേട്ടോ. ഈ ക്ലാസ് എല്ലാം തോക്കും, മൊത്തം എണ്ണം തോക്കും. ഞാനാ പറയുന്നത്, നോക്കിക്കോ. തള്ളവരെ ആയിട്ടാടാ പോയെ. മോളായിട്ട് തോറ്റു പോകും. ഇപ്പം വന്നാ? എൻ്റെ പേര് ഹരിദാസ് എന്നാണ്. ഞാൻ നിങ്ങളുടെ പുതിയ കണക്ക് സാറാ. എന്നെ അങ്ങനെ അറിയാൻ വലിയ വഴിയൊന്നുമില്ല. ഞാനേ ഈ ബോർഡിലൊരു കണക്ക് എഴുതിയിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കും. ബെസ്റ്റ്. ഇവിടെ ഒരു പെണ്ണുമുള്ള തലകുത്തി പഠിപ്പിച്ചിട്ട് നമുക്ക് മനസ്സിലായോ? വന്നുടനെ കയറി പഠിപ്പിക്കാൻ കയറിക്കോ. ആരുടെയും പേര് പോലും ചോദിച്ചില്ല. എന്തുവാ ഇത്? എന്തൊരു മാന്യതയാ. പഠിപ്പീര് പോട്ടെ, ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ എഴുതാൻ തന്നേക്കുമല്ലയോ?
നമുക്ക് അതിനുള്ള ബുദ്ധിയൊന്നും ഇല്ല, തങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അന്ന് ഉടനെ അങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി കയറി. അതല്ലേ ചിന്തിക്കുന്നേ? ഇയാളങ്ങനെ മനസ്സ് വഹിക്കുന്നേ. പിന്നെ പേരൊക്കെ നമുക്ക് പതിയെ ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യം നിങ്ങളെ ഇതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ. ആരാ ചെയ്യുന്നത്? എല്ലാവരും ശ്രമിച്ചു നോക്ക്, ഒന്ന് നോക്ക്. പിന്നെ ശ്രമിച്ച ഇപ്പൊ അങ്ങ് കിട്ടും, അത് എന്നെ പോലുള്ള ഒരുത്തന്. നീ നോക്കുന്നില്ലയോ? എന്തിന്? എന്ത് ശ്രമിക്കുന്നില്ലേ? ഞങ്ങളെ കൊണ്ടൊന്നും നടക്കത്തില്ല സാറേ, ചുമ്മാ സമയങ്ങളാണ്. എന്താ നടക്കാത്തെ? ഇതൊക്കെ ഭയങ്കര പാടാ സാറേ. പാടാ, നടക്കത്തില്ല. ശരിക്കും മാത്സ് അത്രയും പാടാണോ? ആ, നിങ്ങൾക്ക് എന്താ മാത്സ് ഇത്രയും പാടായിട്ട് തോന്നിയെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? നിങ്ങൾക്ക് ഇതിന്റെ ബേസിക്സ് ഒന്നും ഓർമ്മയില്ലാത്തതുകൊണ്ടാ. സാറേ ഇതിന്റെ ബേസിസ് ഒക്കെ നമ്മൾ മറന്നു സാറേ. ആ, മറന്നു പോവും. നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേ. മറന്നു പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താ? വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ x-2 ഇവിടെ നമുക്ക് അറിയേണ്ട ആകെ ഒരു ഒറ്റ ഇക്വേഷൻ അറിഞ്ഞാൽ മതി. a-b² എന്താണ്? a² - 2ab + b². അതെടുത്ത് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. അപ്പൊ ആ ഒരു ഇക്വേഷൻ എല്ലാവരും ഒന്ന് പഠിച്ചേ, ഒന്ന് പഠിക്ക്. ഇത് എന്തുകൂടെ മണ്ടയ്ക്ക് എക്സ് പറയുന്നത്, താഴെ എ പറയുന്നത്, അത് കഴിഞ്ഞ് 2ന്റെ അവിടെ ബി പറയുന്നത്, എന്ത് തോന്നിവാസം ഇല്ലേ? ഇത് നമ്മളെ ബാധിക്കും. ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം അല്ലേ? ഇതൊന്നുമില്ല. അതെ, എക്സിന് പകരം ജസ്റ്റ് ഇക്വേഷൻ വൈസ് ഇവിടെ എ എന്ന് എഴുതുന്നേ ഉള്ളൂ. ഇവിടെ 2ന് പകരം ഇവിടെ ബി, ബാക്കിയെല്ലാം ജസ്റ്റ് സെയിം തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ അറിയാത്ത ബേസിക്സ് എന്താ നിങ്ങൾ സാറുമാട് വെച്ച് പഠിക്കാത്ത? അത് സാറേ നാണം കെടുത്തിയാലോ എന്ന് പേടിച്ച. അതാണ് മുമ്പേ അവൻ പറഞ്ഞ ബാധിക്കും എന്ന് പറഞ്ഞ പ്രശ്നം. ആ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്നേ മാറ്റിക്കൊള്ളു. ഇക്വേഷൻസ് അല്ലേ, വീണ്ടും വീണ്ടും ചോദിക്കുക, വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇതെടുത്ത് നമ്മൾ ഡയറക്റ്റ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്യും. എക്സിന് പകരം എ, 2ന് പകരം ബി, ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ എന്ത് വരും? x² - 2 × 4 4x + 4. അപ്പൊ എന്താവും? ഇതും വെട്ടിപ്പോവും. x - 4 = 1. അപ്പൊ എക്സിന്റെ വാല്യൂ എന്താവും? 5. എടാ വേണ്ട, ഞാനും ചെയ്തടാ. ടീച്ചർ പഠിപ്പിച്ചോ എന്താണ് നമുക്ക് മനസ്സിലാവഞ്ഞ്? എല്ലാവർക്കും കിട്ടിയില്ലേ? നമുക്കിനി ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഈ 2ന് വരെ ഇവിടെ -5, 4ന് വരെ 5. ഇതിന് ഉത്തരം എന്താ കിട്ടുന്നത് നോക്കിയെന്ന്? എക്സിന്റെ വാല്യൂ എന്താ ഇങ്ങനെ ആയിപ്പോയെ? എടാ മറ്റേ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ മൈനസ് ആവടാ. പക്ഷേ ഞാൻ അത് ചെയ്തില്ലായിരുന്നു. അങ്ങനെ ആ ഒരു സാറ് കാരണം ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി മാത്സ്. എല്ലാരും ചിരിക്കേ.